ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്നാണ് ഇവരെ പിടികൂടിയത്. മുഹമ്മദ് റാഫി എന്ന് പേരുള്ള ഒരാളെ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇവരെ പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെ അപ്പോൾ അതായത് വന്നിട്ടുള്ള ശാലിനെ കുറിച്ചിട്ട് പറയാല്ലേ തന്നെയാണ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയലെന്ന് വെച്ചാൽ അവളിങ്ങനെ ഒരിക്കലും ചെയ്യണ്ടായിരുന്നില്ലേ. ഒരാളും ഇങ്ങനെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേറെ ഹസ്ബൻഡും കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചാടി പോകാന്ന് വെച്ചാൽ വളരെ വിഷമം തന്നെയാണ്. അതും അദ്ദേഹം ഗൾഫിൽ നിന്ന് കുറച്ച് കാലമൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കുഞ്ഞിനെ കാണാനൊക്കെ വരുമ്പോൾ അല്ലേ ആ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ അവൾ ഈ ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതും സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എന്താ പറയലെന്ന് വെച്ചാൽ ഇപ്പോൾ അവൾക്ക് മടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കിട്ടിയിട്ടുണ്ട് അവൻ്റെ അടുത്ത് നിന്ന് നല്ല പിന്നെ അദ്ദേഹം ഉപദ്രവം കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കേട്ടു കേട്ടോ. എല്ലാ അടിമുത്തൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് അവനും വേണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടാവുമല്ലേ ഇങ്ങനത്തെ ഓരോ നല്ല പാവം ഹസ്ബൻഡിനെയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും ഇതവള് പിന്നെ അവൾക്ക് അവകാശപ്പെട്ട തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നൊരു കാര്യം എന്താ പറയലെന്ന് വെച്ചാൽ അവള് ഹസ്ബൻഡിനും വേണ്ടാന്ന് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒളിച്ചൊരു പോയി എന്തായാലും ഇങ്ങനെ സ്വീകരിക്കാൻ മടി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവനെ വേണ്ടാത്തതുകൊണ്ടല്ലേ അവർ പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെന്ന് കേട്ടോക്കി. നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതാണ് കേട്ടോ അദ്ദേഹം പറയുന്ന കാര്യം തന്നെയാണ്. ഒട്ടും നിലനിൽക്കൂല കേട്ടോ. അവന്റെ സുഖം കഴിഞ്ഞ് അവന് വലിച്ചെറിയുന്നില്ലത് ഉറപ്പാണ്. അവനാണെങ്കിൽ തുണിവാസം കാര്യങ്ങളും എല്ലാം അവന്റെ കയ്യിൽ നിന്ന് പറയുന്ന കേൾക്കണം കേട്ടോ. എന്തായാലും കുഞ്ഞിന് എന്തായാലും പിന്നെ സുരക്ഷിതമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ മിഷൻ മീഡിയ ഉണ്ടല്ലോ എന്ന ചാനലിൽ അദ്ദേഹം ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കേട്ടോക്കി ചെയ്തിരുന്നു. നമ്മളതൊന്നും കൊടുത്തിരുന്നില്ല, കാരണം അതൊക്കെ ഒരു വ്യാജ വാർത്തയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഇന്ന് 8 മണിയോട് കൂടിയിട്ടാണ് ഇവരെ വാളയാർന്ന് പിടികൂടിയിട്ടെന്ന് ബാലുശ്ശേരിക്ക് അതിൻ്റെ പോലീസ് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം കൊണ്ടുവരുന്നത്. വലിയൊരു ആശ്വാസമുണ്ട് ഇവരെ കണ്ടെത്തിയത്. ആ പാവം ഭർത്താവ് പ്രതീക്ഷിച്ചിരുന്നത് ആ മകനെങ്കിലും തനിക്കൊന്ന് തിരിച്ചു കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ കുറിച്ചിട്ട് പല രീതിയിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഈ ഒരു ഷഹലയുടെ വീടിനടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പ് ഉടമയിലാണ് ഈ മുഹമ്മദ് റാഫി ഉള്ളത്. മുഹമ്മദ് റാഫിയുടെ കൂടി ഒരു ഷോപ്പാണ്, ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ കടയുമായിട്ട് ബന്ധപ്പെട്ടൊരു സൗഹൃദമുണ്ടായി. ആ സൗഹൃദത്തെ തുടർന്നാണ് കുഞ്ഞിനെയും എടുത്തിട്ട് ഷഹല എന്ത് ചെയ്തത്, ഇത് പോയത്. ഷഹല അങ്ങനെ പോകാൻ മാത്രം ഷഹലക്ക് പ്രചോദനമുണ്ടായ അല്ലെങ്കിൽ ഷഹലയെ പ്രേരിപ്പിച്ച നിർബന്ധിതമായ ഘടകം എന്താണെന്ന് നമുക്കറിയില്ല. ആ വന്ന് വീഡിയോയിലൊക്കെ സംസാരിച്ചിരുന്നത് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തോ ആവട്ടെ, മുഹമ്മദ് റാഫിയോടൊപ്പമാണ് പോയത്. ഇപ്പോൾ ദാ അവരെ പിടികൂടിയിട്ടുണ്ട്. ഈ മുഹമ്മദ് റാഫിയുടെ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുങ്ങൾ, തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇങ്ങനെ വേറൊരു സ്ത്രീയുടെ കൂടെ പോവാന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ഈ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും മനപ്പൊരുത്തമില്ലായ്മയും
അല്ലെങ്കിൽ വിയോജിപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിഹാരമാർഗം എന്നുള്ളത് ഇതുപോലത്തെ ഒരു ഇട്ടെറിഞ്ഞു പോക്കല്ല. ഇതുപോലെ ഇട്ടെറിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ ഇവരാരും അറിയില്ല. ഇപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുമ്പോൾ നീ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത്, നിനക്ക് നിൻ്റെ വഴിക്കിരുന്നൂടെ, ഇത് പോലീസിൽ പരാതിപ്പെട്ടൊരു സംഭവമാണ്, പോലീസ് FIR ഇട്ടൊരു സംഭവമാണ്, ഒരാളെ കാണാതായതാണ്, അത് മനഃപൂർവ്വം പോയതാണോ അതോ കടത്തിക്കൊണ്ട് പോയതാണോ, അതൊന്നും നമുക്ക് ഫാമിലി ലൈഫിലൊക്കെ, ഞാനൊരു ഫാമിലി കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടാറുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ട് സഹിച്ച് ജീവിക്കുന്നവരാണ്. ആരെ കരുതിയിട്ട്? മക്കളെ കരുതിയിട്ട്. ഒരു തരത്തിലും നീതി കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മുന്നിലുള്ളൊരു മാർഗം എന്തല്ല, അത് ഇട്ടെറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ പോകലല്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ആ ഇഷ്ടപ്പെട്ട ഒരാൾ അയാളുടെ ഒരു ഭാര്യയും അയാളുടെ മക്കളെയും കളഞ്ഞിട്ടാണ് കൂടെ വരുന്നതെങ്കിൽ നാളെ നമ്മളെയും അതിനേക്കാൾ ബെറ്റർ ഒന്ന് കിട്ടുന്ന സമയത്ത്, നമ്മളെക്കാളും പറ്റുന്ന ഒരാളെ കാണുന്ന സമയത്ത് നമ്മളെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, അവരെ കൂടെ പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോയ ഒരാൾക്കാരും സന്തോഷകരമായിട്ട് ലൈഫ് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി കൂടി അംഗീകരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് കടന്നു വരേണ്ടത്. ഒന്നുകൂടെ പറയുന്നു, ഈ പോയവരെയോ അല്ലെങ്കിൽ കൊണ്ടുപോയ ആളുകളെയോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്തല്ല, ഒരിക്കലും അത് ശരിയല്ല. ഒരാൾ തെറ്റ് ചെയ്താൽ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ നമുക്കതിന് വകുപ്പുകളൊന്നുമില്ല. അവരതിന് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഉണ്ടാവാം. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ കിട്ടിയെന്ന രീതിയിൽ പറഞ്ഞിരുന്ന വാർത്തകൾ എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് അവരെ കറക്റ്റായിട്ട് കിട്ടിയത്. എന്തായാലും എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടായാലും നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ മുഖം നമ്മൾ കാണാം, അതോടൊപ്പം തന്നെ പടച്ച റബ്ബിനെ നമ്മൾ കാണാം. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് പിന്നെന്താന്ന് വെച്ചാൽ അവൻ്റെ പിന്നെ കുഞ്ഞിനുണ്ടല്ലോ ഉമ്മൻ്റെ കൂടെ തന്നെ വിട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അവനക്ക് ചെറിയ മോനല്ലേ, അപ്പോൾ ഉമ്മൻ്റെ ഒപ്പാണ് വിടുന്നില്ലതൊക്കെയാണ്. അപ്പോൾ പലരും പല അഭിപ്രായം പറയട്ടെ. റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും പലതും ശരിതേതാ ശരിയേതാ തെറ്റതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും അവൾക്കിതൊരു പാടാവട്ടെ അല്ലേ. ഇനി ഒരിക്കലും ഇങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ. ഇത് പിന്നെ ഈ ചാടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഒരു പാടായിരിക്കട്ടെ അല്ലേ. ഒരിക്കലും നല്ലതാവില്ല അല്ലേ. ഇങ്ങനെ അവിഹിതവും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ചാടി പോയതൊക്കെ കുറച്ച് കാലത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ പിന്നെ കച്ചറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിയും കുത്തും വഴിക്കുന്നത് തന്നെയായിരിക്കും. ഒട്ടും സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലത്തെ ഉപദ്രവം കാര്യങ്ങളും പിന്നെ അതെങ്കിൽ അവർക്ക് വേറൊരു വീട്ടിലത്തൊക്കെ പോവാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് അവരോട് പരാതി പറഞ്ഞ് എന്തെല്ലാം പരിഹാരം ഉണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഒരു ഫ്രോഡ് ആളാണ് കേട്ടോ. പിന്നെ ഈ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആള് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇനിയെങ്കിലും നല്ല ബുദ്ധി ഇതും കൊടുക്കട്ടെ അല്ലേ. ഇങ്ങനെ ചാടാൻ നിൽക്കുന്നവർക്കും എല്ലാവർക്കും നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കല്ലേ. ഇവള് ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയില് ഇത് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഇത് തൊട്ടും ശരിയല്ല തന്നെയാണ് കേട്ടോ പറയുന്നത്. അതൊരിക്കലും നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടായിരുന്നു. അവർക്ക് എന്തെല്ലാം മാർഗമുണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോയി പറയാ, വീടൊക്കെ എടുത്ത് വേറെ താമസം കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക, ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണല്ലേ അവന് നല്ലൊരു ജീവിതവും കാര്യങ്ങളും കിട്ടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.